ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. എന്താണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതെ, എർത്തിനെ ചുറ്റുന്ന വാതകങ്ങളുടെ കൂട്ടമാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം മിക്സ്ചർ ഓഫ് ഗ്യാസസ് ദാറ്റ് എൻവലപ്സ് ദി എർത്ത്. ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് ലെയേഴ്സ് ഉണ്ടോ? ഉണ്ട്. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും താഴെയായി ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. ഇതാണ് എർത്തിന്റെ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ലെയേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് നോക്കാം. എർത്തിന്റെ സർഫസിൽ നിന്ന് 12 കിലോമീറ്റേഴ്സ് വരെ ഉയരത്തിൽ കിടക്കുന്ന ലെയറിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ 75% ഗ്യാസസും ഇരിക്കുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിലാണ് ക്ലൈമറ്റും വെതറൊക്കെ കാണുന്നത്. അതായത് മേഘങ്ങൾ ഉണ്ടാവുന്നത്, മഴ പെയ്യുന്നത്, അതുപോലെ മഞ്ഞ് പെയ്യുന്നതെല്ലാം. ഈ ലെയറിലാണെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് അടുത്ത ലെയറിലോട്ട് പോവാം. സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് 10 to 50 കിലോമീറ്റേഴ്സ് ഹൈറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിന്റെ ലെയറാണ്. ഈ ഒരു ലെയറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? നമ്മുടെ ഓസോൺ മോളിക്യൂൾസ് എല്ലാം കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ ഓസോൺ മോളിക്യൂൾസ് സോളാർ ഇൻസുലേഷനിലുള്ള UV റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് നമ്മളെ ഹാംഫുൾ UV റേഡിയേഷനിൽ നിന്ന് രക്ഷിക്കുന്നു. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ജെറ്റ് മൂവ് ചെയ്യുന്നത്. കണ്ടോ? ഇനി നമുക്ക് മീസോസ്ഫിയറിലോട്ട് പോയാലോ? ഓക്കെ. ഇനി ഈ മീസോസ്ഫിയറിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 50 to 80 കിലോമീറ്റേഴ്സിനുള്ളിലാണ്. എന്താണ് മീസോസ്ഫിയറിന്റെ പ്രത്യേകത? അതെ, നമ്മുടെ മീറ്റിയോർ ഷവർ അത് കാണുന്നത് മീസോസ്ഫിയറിലാണ്. ഇനി മീസോസ്ഫിയറിലാണെങ്കിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. നല്ല തണുപ്പുള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തെർമോസ്ഫിയറിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഈ തെർമോസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 80 to 1000 കിലോമീറ്റേഴ്സിന്റെ ഉള്ളിലാണ് വരുന്നത്. എന്താണ് തെർമോസ്ഫിയറിന്റെ പ്രത്യേകത? ഇതിന്റെ ഉള്ളിലാണ് അയോൺസ് കാണുന്നത്. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ അയോൺസ് ഉള്ളത് കൊണ്ട് തന്നെ തെർമോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ചൂട് കൂടും. ഇനി എന്താണ് തെർമോസ്ഫിയറിൽ കാണുന്ന പ്രോസസ്സസ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അറോറ അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ്. ഇതെല്ലാം കാണുന്നത് നമ്മുടെ തെർമോസ്ഫിയറിലാണ്. മാത്രമല്ല റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് നമ്മൾ പറയില്ലേ നമുക്ക് വീട്ടിൽ റേഡിയോ, TV ഇതിൻ്റെയൊക്കെ ബ്രോഡ്കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നത് ഈ ഒരു ലെയർ ഉള്ളത് കൊണ്ടാണ്. കാരണം ഈ ലെയർ റേഡിയോ വേവ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എർത്തിന്റെ ഔട്ടർ സർഫസിലായിട്ട് വരുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ, ഏറ്റവും ഉയരത്തിലുള്ള ലെയർ. ഇവിടെ എത്തുമ്പോഴേക്കും ഗ്യാസ് മോളിക്യൂൾസിന്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള ആറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും അതിന്റെ ലെയേഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നിങ്ങൾക്ക് ചെറിയൊരു അസൈൻമെന്റ് ഉണ്ട്. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും സാറ്റലൈറ്റ്സ് ഒക്കെ കാണുന്ന എർത്തിന്റെ ലെയർ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക.